ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോണത് അതൊരു കോഡ് വെയറാണിത്. ഇതാകുമ്പോൾ റിപ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക്. അപ്പൊ ഞാൻ നമ്മളെ പഴയ സാധനം വിൽക്കണ ആക്കിക്കടയിൽ നിന്ന് വാങ്ങിയൊരു കോഡ് വെയറാണിത് കേട്ടോ. അപ്പൊ നമ്മൾ അയച്ചു നോക്കിയാൽ നമുക്ക്. അപ്പൊ ഇത് എനിക്ക് കുറഞ്ഞത് 35 രൂപ എനിക്ക് കിട്ടുന്നത്. 35 രൂപ കൊടുത്ത് ഞാൻ ഇത് മാത്രം ഇതിന് കൂടെ വേറെ വേറെ സാധനം എടുത്ത് ഞാൻ കേട്ടോ. അപ്പൊ അങ്ങനെ വാങ്ങിയൊരു പിന്നെ എക്സ്റ്റൻഷൻ ബോക്സ് ആണിത്. നമുക്കൊന്ന് അയച്ചു നോക്കിയാൽ നമുക്ക്. അപ്പൊ അതിന് മുമ്പ് ആദ്യം വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതിന് പിന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട്, കണ്ടില്ലേ? 3 പിന്നാണ്, 2 പിന്നുള്ളൂ. നമുക്കിത് വർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക്. ഇത് വർക്ക് ചെയ്യാൻ ഇവിടെ ഈ ഇത് ലൈറ്റ് ഈ പിന്നെ വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് നോക്കാം നമുക്ക്. കേട്ടോ, സ്വിച്ച് ഓൺ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന് ഒരു റിപ്പോർട്ടില്ല. ഇവിടെ ലൈറ്റ് ഉണ്ടാവില്ല, കണ്ടോ? അതും എന്തില്ല, വർക്ക് ചെയ്യണില്ല. അല്ലേ? അതൊന്ന് അയച്ചു നോക്കിയാലോ നമുക്ക് സ്വിച്ചിന്റെ എന്താ കറണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ കറണ്ട് വരുന്നില്ല, കണ്ടില്ലേ? എന്നാലും ഇവിടെ റെഡിയാണ്, വർക്ക് ചെയ്യണേ. നമ്മൾ അയച്ചു നോക്കിയാൽ നമുക്ക്. ഒന്ന് ഓഫ് ആക്കട്ടോ, അയച്ചു നമുക്ക്. പിന്നെ നമുക്ക് മാറ്റി കൊടുത്താൽ പിന്നെ ഇത് എർത്തിന് പിന്നെ പൊട്ടിയത് കേട്ടോ. ഇവിടെ ന്യൂട്രൽ ഫേസ് കൊണ്ടുവന്നാലും എന്ത് ചെയ്യണം, ഈ മീറ്റർ വർക്ക് ചെയ്യണം, ഈ ലൈറ്റ് വർക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് നയിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 2, 4, 6 സ്ക്രൂ ഒന്ന് അയക്കാണ്ട് കേട്ടോ. അപ്പൊ 6 സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് അയച്ചെടുക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് ബോക്സിലും റിപ്പയർ ചെയ്യട്ടോ. അപ്പൊ ഞാനത് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞ് തരുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പൊ ഫുൾ വീഡിയോ ഉണ്ടാവും ഇതിൽ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ കണ്ടോ, ഇതാ അതിന്റെ ഉൾഭാഗമല്ലേ, ആകെ നിറച്ച് ഫുള്ള് പൊടിയാണിത്. കണ്ടോ, അപ്പൊ ചിലപ്പോ നമ്മളെ പൈസ 35 രൂപ പോയി കിട്ടും, ചിലപ്പോ നമുക്ക് ലാഭേക്കാറ് കേട്ടോ. ഈ പിന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് ഇവിടെ സുഖമായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഒരു തലക്കൽ ചെക്ക് ചെയ്താൽ നമുക്ക് വരാം കേട്ടോ. അപ്പൊ കണ്ടോ, ഇതാണ് ഇതിന്റെ ഉൾഭാഗം. പക്ഷെ ഇവിടെ നോക്കി നമുക്ക് വയറ് വിട്ടതായിട്ട് കാണുന്നില്ല. അപ്പൊ ലൈറ്റിന് ഇവിടെ ഒക്കെ വയറുണ്ട്, കണ്ടില്ലേ? ആ വയറുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് കണ്ടോ, അപ്പം ഇതായിരിക്കും സംഭവം കേട്ടോ. ഈ വയറായിരിക്കും സാധ്യത. ഇവിടെ വയറ് വിട്ടാണ്. ഇത് നമ്മളെ സ്വിച്ചാണ്, കണ്ടോ? അതേ കാരണം. അപ്പൊ നമുക്ക് വയറ് ഇവിടെ സോൾഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വേറെ നമുക്കിത് കുഴപ്പമുണ്ടോ നമുക്ക് അറിയുള്ളൂ. അപ്പൊ നമുക്ക് ആ വേറെ സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്മേൽ സാധാരണ ലോക്കൽ ഇതല്ല, ഇത് ബോക്സ് അല്ല, നല്ല ഹെവി ഉള്ള സാധനമാണ് ഇത്, കണ്ടല്ലേ? ഇതൊക്കെ നമ്മളെ പ്ലാസ്റ്റിക് അല്ല, ഇതൊക്കെ ഇതാണ് കല്ല് വരുന്ന ആ ടൈപ്പാണിത്. അത് നമുക്ക് എന്താ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കട്ടോ. നമുക്ക് ബാക്കി നമുക്ക് അറിയുള്ളൂ എന്താ പ്രശ്നം എന്നുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാ, സോൾഡ് ഇവിടെ ഒന്ന് എത്തി കൊടുക്കാൻ. അത് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ലഡ് പിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുത്താല് പെട്ടെന്ന് എന്ത് ചെയ്യും, സോൾഡിന് പിടിക്കൂട്ടോ. എന്നിട്ട് കുറച്ച് നമ്മളെ ഫ്ലക്സ് ഉണ്ടല്ലോ, ആ കുറച്ച് എന്ത് ചെയ്യാ, തേച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ആ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് സോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ഇനി നമുക്ക് ആ വേറെ കൊടുക്കാണ്ട് എന്ത് ചെയ്യാ, സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് അതെന്ത് ചെയ്തു, സോൾഡ് ചെയ്ത് കൊടുത്തു, കണ്ടില്ലേ? അപ്പൊ ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കിയാലോ നമുക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കുകയാണ്. ഓണായി. സ്വിച്ച് ഓൺ ഓഫ് അറിയില്ല, അത് നോക്കാം നമുക്ക്.
എന്നാലും വോൾട്ട്മീറ്റർ വർക്ക് ചെയ്യണില്ല, ഈ ലൈറ്റും വർക്ക് ചെയ്യണില്ല. കണ്ടോ? അത് വേറെന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. ചിലപ്പോ നമ്മളെ പൈസ പോയി കിട്ടും, എന്നാലും 35 രൂപയല്ലേ ഉള്ളൂ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിലായി. ഏതായാലും ഒന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇനി നമുക്ക് മൾട്ടിമീറ്റർ വേണം. മൾട്ടിമീറ്റർ എന്ത് ചെയ്യാ, ഇവിടെ ഡയോഡ് ചിഹ്നം കാണുന്നത് അതിലേക്ക് തിരിച്ചു കൊടുക്കുക. കണ്ടല്ലേ? അപ്പൊ ഈ 2 രൂപ കൂട്ടി മുട്ടി കഴിഞ്ഞാൽ ചെറിയ സൗണ്ട് കേൾക്കുക, ഒരു ബ്ലസർ മാതിരി. കണ്ടോ? സൗണ്ട് കേൾക്കണേ. നിങ്ങൾക്ക് വീഡിയോ വ്യക്തമായിട്ട് അറിയില്ല. കണ്ടോ? അല്ലേ? അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോൾ സൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് റെഡിയാന്ന് മനസ്സിലാക്കാം കേട്ടോ. വയറ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി വയറാണല്ലേ നമുക്ക് അറിയില്ലല്ലോ എന്താ പ്രശ്നം എന്നുള്ളത്. ഇനി പിന്നീട് റെസ്റ്റ് എന്നിട്ടാണെന്ന് ആവും അറിയില്ല. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ കണ്ടോ, ഇതിവിടെ ഇത് എന്നാണ്. എന്ന് പറഞ്ഞാല് നമ്മളെ ന്യൂട്രാണ്. കണ്ടോ? എല്ലിന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് ആണ്, ഇത് നമ്മളെ എർത്താണ്. അപ്പം ഇതിങ്ങനെ എല്ലാ ഇതിങ്ങനെ ഉണ്ടാകും കേട്ടോ. അപ്പം ഇതിൽ പച്ച വരുന്നത് എർത്താണ്. കണ്ടോ? ഈ മുകളിലത്തെ പിന്നാണ് എർത്ത് വരിക. കേട്ടോ? ഇത് എർത്താണ്. അപ്പൊ അതിന്റെ പിന്നെ അവിടെ എന്ത് പൊട്ടിപ്പോയത്. നമുക്ക് അതെല്ലാം 2 വയർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇതിൽ 3 വയറുകളാണ്. ഒന്ന് എർത്താണ്. കണ്ടോ? ഈ എർത്തിന് പിന്നെ പൊട്ടിപ്പോയില്ല. നമുക്ക് ഇതുമാണ് വരുന്നത്. ഈ 2 വയറാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ. എർത്ത് നമുക്ക് ഇവിടെ പിന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് രണ്ടാമത്തെ നോബ് വെച്ച് ചെറിയ സൗണ്ട് കേൾക്കുക, ഒരു കീ മാതിരിയുള്ള കേൾക്കുകയാണെങ്കിൽ റെഡിയാന്ന് മനസ്സിലാക്കട്ടോ. കണ്ടോ? സൗണ്ട് നിങ്ങൾക്ക് വീഡിയോ വ്യക്തമാണോ അറിയില്ല, സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടോ? അപ്പം ഇതിവിടെ ഇതല്ല പോയിന്റ്, ഇതാണോ അറിയില്ല, നോക്കാം നമ്മള്. അപ്പൊ കണ്ടോ? അപ്പം ഇതിലേക്ക് വരുന്നില്ല. കണ്ടോ? ഏതാ പോയത് നമുക്ക് നോക്കാം. നമുക്ക് ഇതാണ് വരുന്നത്. കണ്ടോ? അപ്പൊ ഇത് വർക്ക് ചെയ്യണില്ല, ഇത് വർക്ക് ചെയ്യണില്ല. പിന്നെ നമുക്കുള്ളത് ഇതാണ്. ഈ പിന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടോ? ഇത് റെഡിയാണ്, ഇവിടെ റെഡിയാണ്. അപ്പൊ ഇത് ഒന്നേടെ വർക്ക് ചെയ്യുള്ളൂ. കണ്ടോ? അപ്പം ഇതിന്റെ ഈ ഫേസ് പോയിണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. ഇനി ഈ പിന്നിന്റെ പടഞ്ഞ പ്രശ്നം നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യണം, സംഗതി അറിയുള്ളൂ കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്തു, കട്ട് ചെയ്തു നമ്മള്. ഇനി നമുക്കുണ്ടോ, ഇതില് ഗ്രീനാണ് എർത്ത് വരുന്നത് കേട്ടോ. ഒന്ന് വെച്ച് നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ അത് റെഡി തന്നെയാണ്. അപ്പോൾ ഈ വയറാണ് നമുക്ക് അറിയേണ്ടത്. കണ്ടോ? അപ്പം ഇതും റെഡിയാണ്. കണ്ടില്ലേ? അപ്പം പിന്നിന്റെ പ്രശ്നമാണത്. ഞാൻ പച്ച കൂടെ നമുക്ക് നോക്കി നോക്കാം. പച്ച എർത്താണത്. അപ്പൊ ഇതിന്റെ എർത്ത് വയറ് പോയിന് കേട്ടോ. എർത്ത് നമുക്ക് ആവശ്യം. നമ്മൾ ട്യൂബിനാക്കി ഇതിൽ വയറ് ഇവിടെ കട്ടി പോയിട്ടാണത് സംഭവം. നോക്കാം നമുക്ക്. അപ്പൊ ഇതിന്റെ എർത്ത് വയർ കംപ്ലൈന്റ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ട്യൂബിനാക്കി നമുക്ക് ഉപയോഗിക്കാം. എന്നാലും നമ്മൾ ചെറിയ സാധനമൊക്കെ നമുക്ക് ഇത് വെച്ച് വർക്ക് ചെയ്യിക്കാം. കണ്ടോ? ഈ എർത്ത് പോയിട്ടുണ്ട് ഇതിന്റെ. അപ്പൊ നമുക്ക് നമുക്കൊരു ഒരുപാട് ട്യൂബിന് നമുക്ക് എന്ത് ചെയ്യാം, ട്യൂബിനല്ല നല്ലത്, പിന്നെ 3 പിൻ കൊടുക്കാണ് നല്ലത്. എന്നാലും ഇവിടെ എന്ത് ചെയ്യണം, ഈ ഫേസിനോട് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 3 പിൻ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അപ്പൊ സംഗതി നമുക്ക് അറിയാം കേട്ടോ.
അപ്പൊ ഞാൻ ഇവിടെ 3 പിൻ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പൊ നമുക്ക് സ്ക്രൂ നമുക്ക് നയിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യുക. 2 പിന്നാലും മതി. 2 പിന്നാണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ 2 പിന്നെ അങ്ങോട്ടും കൂടെ മാറും, ലെഫ്റ്റ് റൈറ്റ് മാറും. ഈ 3 പിന്നാകുമ്പോൾ ഫേസിന്റെ ഭാഗത്ത് ഫേസേ വരുള്ളൂ. മറ്റേ 2 പിന്ന് തിരിച്ച് അങ്ങോട്ട് മാറി കുത്തുമ്പോൾ ന്യൂട്രൽ അങ്ങോട്ട് മാറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്വിച്ചിന്റെ ഇവിടേക്കാണ് ഫേസ് വരിക. സ്വിച്ചിലേക്കാണ് ഫേസ് വരിക. ആ ഫേസ് വരുമ്പോൾ ഫേസ് അങ്ങോട്ട് മാറിപ്പോവും. അതായത് ഇവിടെ ഫേസ് വരുന്നിടത്ത് ഇവിടെ ന്യൂട്രൽ കഴിഞ്ഞാല് സ്വിച്ച് ഓഫ് ആക്കിയാലും എന്ത് ചെയ്യും, ഈ ഇതിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ കഴിയുന്നതും 3 പിന്നൊക്കെയാണ് നല്ലത് കേട്ടോ. അത് സ്ക്രൂ ഒന്ന് ലൂസ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സംഗതി. ഇതിന് എർത്ത് വയർ പോയിട്ടുണ്ട്. കാരണം ഇത് കിട്ടും കുറച്ച് കഴിഞ്ഞാലാണ് പൊട്ടി പോവാണ്. അപ്പൊ നമുക്ക് ഇത് നല്ല വയറാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചോദിക്കിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇത് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് അപ്പൊ ഇനി ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞാണ്, ഇതിൽ ഏതാ ന്യൂട്രൽ വിഷയം നമുക്ക് അറിയണ്ടേ. അപ്പൊ ഇങ്ങനെ ഉണ്ടാ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, അപ്പം ഈ ഫേസ് ആണ് എന്ത് ചെയ്യാ, അപ്പൊ ഈ ഫേസ് ആണ് ഈ രീതിക്ക് വരും. ഇത് പിന്നെ സ്വിച്ച് ആണ്. സ്വിച്ച് നമുക്ക് എപ്പോഴും ഫേസ് വരും. ഫേസിന് നമ്മൾ ടെസ്റ്റർ വെച്ചാൽ ഫേസ് പിന്നെ കറണ്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇത് ഫേസ് ആണ്. അപ്പം ഇത് വെച്ചിട്ട് സൗണ്ട് അങ്ങനെ വയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്ത് ചെയ്യാ, ഒന്നിങ്ങനെ വെച്ച് നോക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇതല്ല, ഇത് വെച്ച് നോക്കുക. ഇത് കണ്ടോ സൗണ്ട് കേൾക്കണേ. അപ്പം ഇതാണെന്ത് നമ്മളെ ഫേസ്. അപ്പം ഫേസ് മാറാതെ എന്ത് ചെയ്യാ, ഇതിമേ എഴുതിണ്ടാണ് N L കണ്ടോ. N ആണ് ന്യൂട്രും, L പറഞ്ഞാല് ഫേസും കേട്ടോ. അപ്പൊ ഇനി ഇതാണ് ഫേസ്. ഇത് എന്ത് ചെയ്യാ, ഈ L എന്നുള്ള ഭാഗത്തേക്ക് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അത് മാറിപ്പോയത് കേട്ടോ. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വയറെടുത്താൽ മതി. അപ്പൊ നമ്മള് ഫേസ് കൊടുത്തുട്ടോ. പിന്നെ അപ്പൊ ഇത് ന്യൂട്രലാണ്, നമുക്ക് ആലോചിക്കാനൊന്നുമില്ല. അപ്പൊ അതേമാതിരി ഇതും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വയറിങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വയറിങ്ങനെ പിരിച്ചു കൊടുക്കുക. പിരിക്കുമ്പോഴേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇത് ലൂസാക്കുക. നേരത്തെ പറഞ്ഞ ഇത് എന്നാണ് കേട്ടോ. ഒരു വയർ നോക്കിയാൽ മറ്റേ വയർ നമുക്ക് അറിയാലോ. പിന്നെയുള്ള വയർ എർത്തിൻ്റെതാണ്. അത് നമുക്ക് അവിടെ ആവശ്യമില്ലാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ ലോക്കായി കൊടുക്കുക. ഉണ്ടല്ലേ. എന്നിട്ട് ഇവിടെ വയറ് നീണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. കാരണം ഇവിടെ സ്ക്രൂ ഉണ്ട് കേട്ടോ. ഇത് തട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഷോക്ക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. തട്ടി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒക്കെ ആണെങ്കിൽ ഷോക്ക് അടിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ മതി. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. എർത്തിന് നമുക്ക് ഇവിടെ എർത്തിന് വരില്ലാത്തതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇനി നമുക്ക് ഇതിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം അത് റെഡിയായി. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കിയാലോ. ചെക്ക് ചെയ്തോ, ഞാൻ ഓണാക്കി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ വയർ എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാണ് കേട്ടോ. സ്വിച്ച് ഓൺ ആക്കുകയാണ്. ഇനി ഇത് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കിയാലോ നമുക്ക് കേട്ടോ. അയ്യോ സാറായി, സംഗതി റെഡിയാണ്. പക്ഷെ ഇവിടെ ലൈറ്റ് എന്ത് ചെയ്യണില്ല, ലൈറ്റ് വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പൊ ലൈറ്റ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ഇത് റെഡിയാണ്. ഇനി എന്ത് ചെയ്യാ, ഇനി നമുക്കൊരു ബൾബ് ഇട്ടാണ് നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. ഈ കറണ്ട് എത്തുണ്ടോ ഇല്ലോ എന്നുണ്ട് കേട്ടോ. സംഗതി അയ്യവാ ഉഷാറായി കണ്ടില്ലേ. അപ്പം അതെന്തായി, സംഗതി ഉഷാറായി. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ബൾബിന്റെ പ്രശ്നമുള്ളൂ കേട്ടോ. അതും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം.
എന്താണെന്നുള്ളത് അറിയാന്. അപ്പം ഇവിടെ കാഴ്ചക്കാനെ വല്ല കുഴപ്പമൊന്നുമില്ല, കാണുന്നില്ല. ബൾബ് പോയണോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അത് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റി കൊടുക്കാം നമുക്ക് വേറൊരു മാർഗം, വേറെ ബൾബ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. അതേ കാരണം സുഖം. ഇതാണ് കണ്ടല്ലോ ഞങ്ങള്, ഇതാണ് ബൾബ് കണ്ടോ, റൈസറും ഉണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കിയാൽ നമുക്ക് വേറെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ തൽക്കാലം നമുക്ക് ഈ ഒരു LED കൊടുക്കാൻ പോകട്ടോ. അപ്പൊ ഇത് സാധാ LED തന്നെയാണ് ഇത്. അപ്പൊ ഇതിന് 100 ഓംസ് റൈസർ കൊടുത്തുകാണ് കേട്ടോ. അതായത് LED പോസിറ്റീവിലേക്ക് കട്ട് ചെയ്താണ് 100 ഓംസ് റൈസർ കൊടുത്തുകാണ് കേട്ടോ. ഇതിന് കൊടുത്തു കഴിഞ്ഞാല് വർക്ക് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കാലം നമുക്കൊന്ന് കട്ട് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊന്ന് വയറ് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കഴിഞ്ഞാൽ ഇവിടെ സീവിട്ട് കൊടുക്കട്ടോ. അപ്പൊ ഇത് ഷോർട്ട് കഴിഞ്ഞാല്, ഇവിടെ ഷോർട്ട് ആയാല് നമ്മളെ പിന്നെ ഫ്യൂസൊക്കെ പൊട്ടി പോകട്ടോ. അപ്പൊ ന്യൂട്രൽ മീൻസ് ഷോർട്ട് ആവും. അപ്പൊ ഇതേമാതിരി സീവിട്ട് കൊടുക്കുക അങ്ങനെ കേട്ടോ. ഇതേമാതിരി ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലേ, സിമ്പിൾ പരിപാടിയാണിത്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ ലൈറ്റർ പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്ന ചൂടായി കൊടുത്താൽ മതി. അപ്പൊ ടൈറ്റ് അവിടെ കണ്ടല്ലേ. അപ്പൊ എന്നിട്ട് ഇതിനെ ഇറക്കി കൊടുക്കുക. കണ്ടോ, സിമ്പിൾ കേസ് ഉള്ളത് കണ്ടല്ലേ. ഇറക്കി കൊടുത്താൽ മതി ഇങ്ങനെ. ഒരു വയറെന്ത് ചെയ്യാ, നമ്മൾ അയച്ച ഭാഗം ഓർമ്മ ഉണ്ടാവണ്ടോ. അതായത് ഇത് ഒന്ന് ന്യൂട്രൽ ഫേസ് വെക്കാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ സോൾഡർ ചെയ്തു കണ്ടല്ലേ. രണ്ടാമത്തെ വയർ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക അല്ലേ. ഇത് വേണ്ട ഇവിടെ കേട്ടോ. ഇത് ആദ്യത്തെ ഒരു പീസാണിത്. ഈ പീസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഒഴിവാക്കാം. അപ്പം സംഗതി എന്തായി, ഉഷാറായി ഉണ്ടാവും. അപ്പൊ കണ്ടോ. അപ്പൊ ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കിയാലോ കേട്ടോ. ഇതാണ് നമ്മളെ പ്ലഗ് കണ്ടില്ലേ. ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ, റെഡിയാണ് കേട്ടോ. നല്ലപ്പോ ഓഫായി കണ്ടോണാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ. അപ്പൊ ഓക്കെ. അപ്പൊ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തോത്തി കൊടുത്ത നല്ല സാധനമാവും കേട്ടോ. ഇനി നമുക്ക് എന്താ, ഇതിന്റെ ബാക്ക് ഭാഗം നമുക്കൊന്ന് അടച്ചു കൊടുക്കുക. അപ്പൊ അടക്കുമ്പോ ഇവിടെ വയറ് കൊടുക്കുന്ന നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വയറ് ഇവിടൊക്കെ വയറുണ്ടാവും, ഈ വയറ് കട്ടായി പോകണ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാ ഫ്ലഗും ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഓക്കെ കണ്ടില്ലേ, സംഭവം റെഡി ആയി കണ്ടില്ലേ. അപ്പൊ സംഗതി ഉഷാറായില്ലേ. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് അടിക്കുക, അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിലെ ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തൊരു കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ.